എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു തിരക്ക് പിടിച്ച റോഡിൽ ഒരു പെൻസിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ദിവസവും സഞ്ചരിക്കുന്ന ഒരു റോഡായിരുന്നു അത് കേട്ടോ. ആ റോഡിലൂടെ കടന്നു പോകുന്നവരെല്ലാവരും തന്നെ ആ പെൻസിലിനെ ചവിട്ടി കൂട്ടി ഇങ്ങനെ നടന്നുപോയി. അവരുടേതായിട്ടുള്ള തിരക്കുകളുണ്ടല്ലോ. ആ ചവിട്ട് മുഴുവൻ ഏറ്റുവാങ്ങി ആ പെൻസിൽ അവിടെ തന്നെ കിടക്കാൻ തുടങ്ങി. പക്ഷേ എത്രയൊക്കെ ആളുകൾ ചവിട്ടി പോയാലും പെൻസില് അവിടെ തന്നെ സമാധാനമായിട്ട് കിടന്നു. കാരണം എടുത്തു മാറ്റണമെങ്കിൽ ഒരാളുടെ സഹായം വേണം എന്ന് പെൻസിൽ ചിന്തിച്ചിട്ടുണ്ടാവും. അതുമല്ലെങ്കിൽ പെൻസിലിൻ്റെ കഴിവിൽ ഒരു വിശ്വാസവും കാണും. അങ്ങനെ പെൻസിൽ അവിടെ കിടന്നു. ആളുകൾ അതിനെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ കടന്നുപോയി. ഒരുപാട് ആളുകൾ ധാരാളമായിട്ട് സഞ്ചരിക്കുന്ന ഒരു വഴിയായിരുന്നു അത്. പക്ഷെ ആ വഴിയിലൂടെ പതിവ് പോലെ തന്നെ ആളുകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചിത്രകാരൻ കടന്നുപോയി. അദ്ദേഹം ആ കുഞ്ഞു പെൻസിൽ കയ്യിലെടുത്തു. അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞു, അതിൻ്റെ മൂർച്ചയൊക്കെ ഒന്ന് കൂട്ടി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു പെയിൻറ്റിങ് റൂമിലേക്ക് ആ പെൻസിലിനെ കൊണ്ടുപോയി അതുകൊണ്ട് മനോഹരമായിട്ടുള്ളൊരു ചിത്രം വരച്ചു. ഇപ്പം നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായി കാണും അല്ലേ? നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും മറ്റുള്ളവർ നമ്മളെ അവഗണിച്ചിട്ടുണ്ടാവും, പരിഹസിച്ചിട്ടുണ്ടാവും. ഒന്നിനും കൊള്ളാത്തവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ വില നഷ്ടപ്പെടുത്തി നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് പരിഹസിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ നമ്മൾ നമ്മളായി തന്നെ തുടരുക. നമ്മളെ സ്നേഹിക്കുന്നവരും പരിഗണിക്കുന്നവരൊക്കെ ചുറ്റിൽ ഒരുപാടുണ്ടല്ലോ. അവഗണിക്കുന്നവരുടെ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വേദനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം നമുക്ക് തീർച്ചയായിട്ടും കടന്നു വരും. നമ്മുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുക, നമ്മളിൽ തന്നെ നമ്മൾ വിശ്വസിക്കുക. ഇന്നത്തെ കാലത്ത് അതിനൊരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഒരു വിലയില്ലാതെ കളഞ്ഞൊരു സാധനമായിരുന്നു അല്ലേ വിറക്. കാരണം എന്താ? അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണിൽ പുക പിടിക്കും, വീട് മൊത്തം ഭംഗി നഷ്ടപ്പെടും, കരി പിടിക്കും. അത് വേണ്ട. അതിനേക്കാൾ മികച്ച ഒരുപാട് പേര് വേറെയുണ്ടല്ലേ ഇതിന് പകരക്കാരനായിട്ട്. പക്ഷെ എന്തായിരുന്നു, ഒരു സാഹചര്യം വന്നപ്പോൾ ഇവൻ വീണ്ടും മുന്നിലേക്ക് കുതിച്ചു കയറി വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ അടുക്കളയിൽ നിന്ന് ഗ്യാസൊക്കെ പതിയെ നമ്മളോട് വിട പറഞ്ഞൊരു അകലത്തിലാണ് നിൽക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നത് വരെ നമ്മൾ വീണ്ടും ആശ്രയിക്കുന്നത് ആരെയാണ്? ഈ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു പോയ, വിറകടുപ്പ് ഉപയോഗിച്ച ശ്വാസതടസ്സങ്ങളും ശ്വാസകോശ രോഗങ്ങളും വരുമെന്ന് പഠിപ്പിച്ച നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ വിറകിനും ഈ മടലിനും ചകിരിക്കൊക്കെ വലിയ വിലയുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അപ്പം അത്രയേ ഉള്ളൂ, നിസ്സാര കാര്യമാണ്. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ്, നമ്മുടെ സമയവും അതുപോലെ തന്നെയാണ്. നമുക്ക് ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക, നമ്മൾ പരിശ്രമിക്കുക. ആ സമയം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. നമുക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ്. അതിന് പകരം നിങ്ങൾ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും, പക്ഷേ ഞാനും അതിന് പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരമൊന്നുമല്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല മോട്ടിവേഷൻ നിങ്ങളുടെ മനസ്സ് നൽകുന്നതാണ്, നിങ്ങൾ നൽകുന്നതാണ്. നിങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ടല്ലോ 2026 അവസാനിക്കാൻ. ഇനിയും ഒരുപാട് മാസങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇതൊരു പാഠമായി വിചാരിച്ച് ഒരു പെൻസിലിനെ പോലെ നമുക്ക് കാത്തിരിക്കാം. നമുക്ക് നമ്മളിൽ വിശ്വസിച്ച് നമ്മുടെ ശ്രമങ്ങൾ തുടരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.